റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയായ പൊന്നാനി ബലാത്സംഗ കേസ് ക്രൈംബ്രാഞ്ച് SIT അന്വേഷിക്കും. 3 പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരായ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവനുസരിച്ചാണ് നടപടി. അന്വേഷണ സംഘത്തിന്റെ ചുമതല പൂങ്കുഴലി IPS-നാണ്. കേസിലെ പ്രതികളായ മലപ്പുറം മുൻ SP സുജിത് ദാസ്, DYSP VV ബെന്നി, CI വിനോദ് എന്നിവർക്കെതിരെ ക്രൈംബ്രാഞ്ച് പുതിയ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ശ്യാം ദേവരാജും TV പ്രസാദുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്യാം, ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ ഒരു FIR ഇടുന്നു. അതിലും ഈ പറഞ്ഞതുപോലെ പ്രതികളുടെ പേരൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയും വിമർശനങ്ങൾ വരികയുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ SIT അന്വേഷണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നത്. ക്രൈംബ്രാഞ്ച് SIT ഇപ്പോൾ അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്താണ്? വിനിത, പൊന്നാനിയിൽ 2022 ഈ കേസിന് ആധാരമായ സംഭവം. 38-കാരിയായ യുവതിയാണ് ബലാത്സംഗത്തിനിരയായത്. അത് 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നാണ് ബലാത്സംഗത്തിന് ഇരയായത്. ഈ കേസിലാണ് നേരത്തെ പൊന്നാനി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ അതിൽ ഹൈക്കോടതിയുടെ അടക്കം വലിയ വിമർശനങ്ങൾക്ക് പിന്നാലെയായിരുന്നു. അത്തരം വിമർശനങ്ങൾക്ക് ശേഷമാണ് പൊന്നാനി പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഈ കേസിലെ അന്വേഷണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേകം SIT രൂപീകരിച്ചാണ് ഈ കേസിലെ അന്വേഷണം. 3 പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരായ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിന്റെ SIT അന്വേഷിക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ ചുമതല പൂങ്കുഴലി IPS-നാണ്. അജിത ബീഗം IPS-നാണ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല. SIT-യുടെ മേൽനോട്ട ചുമതല. കേസിൽ മലപ്പുറം മുൻ SP സുജിത് ദാസും DYSP VV ബെന്നിയും ഒപ്പം CI വിനോദുമാണ് പ്രതികൾ. 3 പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ ക്രൈംബ്രാഞ്ച് പുതിയ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. SP സുജിത് ദാസിനെതിരായ കേസിന്റെ അന്വേഷണം എറണാകുളം ക്രൈംബ്രാഞ്ച് SP CS ഷാഹുൽ ഹമീദിനാണ്. DYSP VV ബെന്നി പ്രതിയായ കേസ് ക്രൈംബ്രാഞ്ച് DYSP പീറ്റർ ആയിരിക്കും അന്വേഷിക്കുക. CI വിനോദ് പ്രതിയായ കേസ് ക്രൈംബ്രാഞ്ച് DYSP റിജോ P ജോസഫും അന്വേഷിക്കുകയും ചെയ്യും. ഇതിൽ FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ SIT അതിജീവിതയുടെ മൊഴിയെടുത്തു. അത് ഇന്നലെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയായത്. വൈദ്യപരിശോധന അടക്കം നേരത്തെ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. അതിജീവിതയുടെ മൊഴിയെടുപ്പ് ഏതാണ്ട് അതിന്റെ നടപടിക്രമം 12 മണിക്കൂറിലകമാണ് അധികമാണ് നീണ്ടുനിന്നത്. ഈ പ്രതികൾക്കെതിരെ 3 പ്രതികൾക്കുമെതിരെ 3 FIR-കളിലായി ചുമത്തിയത് ബലാത്സംഗം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകളാണ്. 3 പ്രതികൾക്കുമെതിരെ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്ത ബലാത്സംഗം കുറ്റമെന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 376(2) അനുസരിച്ചുള്ള പ്രത്യേകമായ കുറ്റം ചുമത്തുകയും ചെയ്തു. ഒപ്പം സ്ത്രീകൾക്കെതിരായ അതിക്രമം, ഭീഷണി തുടങ്ങിയ വകുപ്പുകളും അനുബന്ധമായ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. SIT ചുമത്തിയത് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. ആ FIR-കളിൽ ക്രൈംബ്രാഞ്ച് വീണ്ടും രജിസ്റ്റർ ചെയ്ത ഏറ്റെടുത്ത കേസുകളിൽ SP സുജിത് ദാസ്, മലപ്പുറം മുൻ SP സുജിത് ദാസ്, DYSP VV ബെന്നി ഒപ്പം CI വിനോദ് വലിയാറ്റൂർ എന്നിവരാണ് പ്രതികൾ. TV പ്രസാദ് കൂടി ചേരുകയാണ്. പ്രസാദ്, ഏതായാലും SIT അന്വേഷണം നീതിപൂർവമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ 3 FIR-കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഇവരുടെ പേരുണ്ടോ എന്നതാണ് അറിയേണ്ടത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂടിയാണ് പ്രതിസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ പൂങ്കുഴലി IPS-ന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം ഏത് രീതിയിലായിരിക്കും ഇനി? വിനിത, തുടക്കം മുതൽ തന്നെ ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ഇവരുടെ പരാതിയും അന്വേഷണവും കേസുമെല്ലാം അട്ടിമറിക്കാനുള്ള വലിയ ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. നേരത്തെ ശ്യാം സൂചിപ്പിച്ചതുപോലെ 2022 ഈ കേസിന്റെ തുടക്കം. അതായത് പൊന്നാനിയിലെ വീട്ടിന്റെ ഒരു ഉടമസ്ഥ തർക്കവുമായി ബന്ധപ്പെട്ട പരാതിയാണ് പൊന്നാനി പോലീസിൽ എത്തിച്ചത്. പൊന്നാനി പോലീസ് അവിടെ നിന്ന് അന്വേഷിക്കുന്നതിന് പകരം അതിന് പിന്നാലെ CI ആയിരുന്ന വിനോദ് വലിയാറ്റൂർ വീട്ടിലെത്തി ഇവരെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് യുവതിയുടെ പരാതി. പിന്നാലെ യുവതി അന്നത്തെ തിരൂർ DYSP VV ബെന്നിക്ക് ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകുന്നു. പക്ഷേ VV ബെന്നിയും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല അവിടെ വെച്ച് സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി എന്നുള്ളതാണ് യുവതിയുടെ പരാതിയായിട്ടുള്ളത്. അതിനുശേഷം വിനോദ് വലിയാറ്റൂരിനും ബെന്നിക്കുമെതിരായ പരാതിയുമായിട്ടാണ് അന്നത്തെ മലപ്പുറം SP സുജിത് ദാസിന്റെ അടുത്തെത്തത്. സുജിത് ദാസിന്റെ അടുത്ത് നിന്നും മോശമായ പ്രതികരണം ഇതിൽ ഉണ്ടാകുന്നു. ആ സ്ത്രീയെ പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ് യുവതി കൊടുത്ത പരാതി. പക്ഷേ എന്നിട്ട് ഈ 2022 മുതൽ കയറി ഇറങ്ങിയിട്ടും ഒന്നും സംഭവിച്ചില്ല. അതിനുശേഷമാണ് 2024 പൊന്നാനിയിലെ അതിജീവിത ഇക്കാര്യം തുറന്നു പറയുന്നത്, വലിയ വാർത്തയാകുന്നത്. പിന്നാലെ പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, മലപ്പുറം SP-ക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്കും DGP-ക്കും പരാതി കൊടുത്തു. അതിൽ കേസെടുക്കാത്തതിനെ തുടർന്നാണ് പൊന്നാനി 1ാം ക്ലാസ് മജിസ്ട്രേറ്റിനെ സമീപിക്കുന്നത്. അവിടെ നിന്ന് സാധാരണ ഇല്ലാത്ത രീതിയിൽ മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് റിപ്പോർട്ട് തേടി അന്നത്തെ പൊന്നാനി മജിസ്ട്രേറ്റ് പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയിലെത്തി ഏറ്റവും അവസാനം
സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി FIR രജിസ്റ്റർ ചെയ്യാനുള്ള നിർദ്ദേശം പൊന്നാനി പോലീസിന് കൊടുക്കുന്നത്. പക്ഷേ എന്നിട്ടും പൊന്നാനി പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല. ഒടുവിൽ ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിലാണ് പൊന്നാനി പോലീസിനെ വിമർശിച്ചത്. അതിന് പിന്നാലെ FIR ഇട്ടു. FIR ഇട്ടപ്പോഴാണ് അത് ഒരു വിചിത്രമായ FIR ആയി മാറിയത്. ഒരു പരാതിയിൽ 3 FIR രജിസ്റ്റർ ചെയ്തു. ആ 3 FIR-ലും പ്രതികളുടെ പേരില്ല, മറിച്ച് പരാതിക്കാരിയുടെ പേര് വണ്ടക്ക വലിപ്പത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. അതിൽ CI വിനോദ് വലിയാറ്റൂർ എന്നതിന് പകരം മുൻ പൊന്നാനി CI എന്ന് എഴുതി വെച്ചു, മുൻ തിരൂർ DYSP എന്ന് എഴുതി വെച്ചു VV ബെന്നിക്ക് പകരം, മുൻ മലപ്പുറം SP എന്ന് എഴുതി വെച്ചു സുജിദാസിന് പകരം. അത് ആരാണ് എന്ന് പോലും കണ്ടെത്താൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങളെത്തി. എന്തായാലും ഇപ്പോൾ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തിരിക്കുന്നു. കടുത്ത വിമർശനം കോടതിയിൽ നിന്ന് ഉണ്ടായതിന് പിന്നാലെയാണ് ആ DGPയുടെ കൂടി നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് കേസേറ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും 3 FIR-കൾ അതിൽ അന്വേഷണം തുടരുന്നു. നന്നായി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിനീത, TV പ്രസാദ്, അപ്പോഴും ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ കൂടി പ്രതിയായ കേസാണ്. ഇതിലൊരു കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്, തെളിവുകൾ ശേഖരിക്കേണ്ടത് ഉൾപ്പെടെയുണ്ട്. അത് ഏത് രീതിയിലായിരിക്കുമെന്ന ആശങ്ക പല ഘട്ടങ്ങളിലായി പോലീസ് എടുത്തിട്ടുള്ള നടപടികൾ അത് ആശങ്കപ്പെടുത്തുന്നതായിരുന്നു, നീതി നിഷേധിക്കുന്നതായിരുന്നു. അവരുടെ പോരാട്ടം, അതിജീവിതയുടെ പോരാട്ടം ഇനിയെങ്കിലും ഫലം കാണേണ്ടതുണ്ട്. ഈ ഏതെങ്കിലും തരത്തിൽ പോലീസ് സേനയിൽ നിന്ന് ഇവർക്ക് സംരക്ഷണം ലഭിക്കുന്നുണ്ടോ എന്നതും പ്രധാനമാണ്. ഇത്തരത്തിലൊരു കേസ് FIR ഇടുമ്പോൾ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയാണ് അന്വേഷിക്കേണ്ടത് യഥാർത്ഥത്തിൽ, അല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണത് വേണ്ടത്. പക്ഷെ വിനീത, തുടക്കം മുതൽ തന്നെ ഈ കേസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയൊക്കെ അട്ടിമറിക്കാൻ കഴിയും ആ രീതിയിലൊക്കെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. ആദ്യം പൊന്നാനി CIയിൽ നിന്ന് മോശമായ അനുഭവമുള്ള സമയത്ത് തന്നെ തിരൂർ DYSP VV ബെന്നിക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാമായിരുന്നു, അതിൽ FIR രജിസ്റ്റർ ചെയ്യാമായിരുന്നു, അതിൻ്റെ നടപടി ചെയ്യാമായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സ്ത്രീ കൊടുത്ത പരാതി. ചുരുക്കത്തിൽ തുടക്കം മുതൽ തന്നെ ഈ അന്വേഷണവും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുമെല്ലാം അട്ടിമറിക്കാനുള്ള ഒരു നീക്കം ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് ഇതിലേറ്റവും ഗുരുതരമായ ഒരു കാര്യം. അവിടുന്ന് ഇങ്ങോട്ടേക്ക് പിന്നീട് ചെയ്തത് 2024 അതിജീവിത പരാതി കൊടുത്തതിന് ശേഷം അതിജീവിതയുടെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി അതിജീവിതയുടെ ഐഡന്റിറ്റി സമൂഹത്തിൽ വെളിപ്പെടുന്ന നിലയിൽ പട്ടാപ്പകൽ പോലീസ് വാഹനത്തിൽ പോലീസ് വേഷത്തിൽ അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ മൊഴിയെടുക്കാൻ എത്തിയത് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് സാധാരണ ഇത്തരം പരാതികളിൽ അതിജീവിതയെ പൂർണ്ണമായി സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള പോലീസാണ് അവരെ സമൂഹത്തിന്റെ മുന്നിൽ ഇവരാണ് പരാതിക്കാരി എന്ന് കാണിച്ചു കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നത്. പോലീസ് സംവിധാനത്തിൽ വലിയൊരു ഭാഗം ഈ മുതിർന്ന 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ്. ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഇവർക്ക് 3 പേർക്കും കേസ് നടത്തുന്നതിന് വേണ്ടി DGP ഓഫീസിൽ നിന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പണപ്പിരിവ് നടത്തിക്കൊടുത്തു എന്ന ഏറ്റവും വ്യത്യസ്തമായ ഒരു സംഭവം ഇതിൽ അരങ്ങേറിയിട്ടുണ്ട് എന്നതാണ്. തുടക്കം മുതൽ അതിജീവിതയുടെ പരാതി അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇതിപ്പോൾ ലോക്കൽ പോലീസിൽ നിന്ന് മാറുന്നു എന്നുള്ളതാണ് ആകെയുള്ള ആശ്വാസം. ക്രൈംബ്രാഞ്ചിലേക്ക് വരുന്നു, പ്രത്യേക അന്വേഷണ സംഘത്തെ ഇത് ഏൽപ്പിക്കുന്നു. വനിതകളായിട്ടുള്ള IPS ഉദ്യോഗസ്ഥർ ഇതിന്റെ ചുമതലയിലേക്ക് വരുമ്പോൾ ഉറപ്പായും പ്രതീക്ഷയുണ്ട്, കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകുമെന്നുള്ളത്. പക്ഷേ ശക്തരായ പോലീസ് ഉദ്യോഗസ്ഥരാണ്, ഏതന്വേഷണത്തെയും അട്ടിമറിക്കാൻ ശേഷിയുള്ളവരാണ്. സുപ്രീം കോടതി വരെ പോകാനുള്ള ഒരു ധൈര്യം അവർക്ക് ഈ കേസിൽ ഉണ്ടായി എന്നുള്ളതാണ് വിനീത. എന്തായാലും ഇനി അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, ഏതായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. പൊന്നാനി ബലാത്സംഗ കേസിൽ ക്രൈംബ്രാഞ്ച് SIT 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ അന്വേഷണം സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവ് അനുസരിച്ചുകൊണ്ട് ചുമതല പൂങ്കുഴലി IPS-നാണ്. ഇനിയെങ്കിലും അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. TV പ്രസാദും ശ്യാം ദേവരാജും വിശദാംശങ്ങൾ നൽകിയാൽ നമുക്ക്